നീ എന്നെ പ്രത്യാശിക്കുമാറാക്കിയതുകൊണ്ട് അടിയനോടുള്ള വചനത്തെ ഓർക്കണമേ. നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ നിങ്ങൾക്ക് പ്രത്യാശ നൽകുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ ലോകം നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് നിരാശയാണ്. നിങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ മനുഷ്യർ നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് നിരാശയാണ്. കഷ്ടതയ്ക്ക് നിങ്ങളെ നിങ്ങളുടെ വീടിൻ്റെ അകത്തൊരു മൂലയ്ക്ക് ഒതുക്കിക്കളയാനുള്ള ശക്തിയുണ്ട്. കഷ്ടതയ്ക്ക് നിങ്ങളെ തളർത്തി കിടത്താനുള്ള ശക്തിയുണ്ട്. എന്നാൽ ഇവിടെ ഭക്തൻ പറയുന്നു, എൻ്റെ കഷ്ടതയിൽ നിന്റെ വചനം എനിക്ക് ആശ്വാസമാണ്. കാരണം കഷ്ടതയിൽ വചനം എന്നെ തളർത്തിയിട്ടില്ല, വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് കഷ്ടതയിൽ വചനം എനിക്ക് ആശ്വാസമാണ്. കഷ്ടതയിൽ ഈ ലോകത്തിലെ സകല മനുഷ്യരും നിങ്ങൾക്ക് നിരാശ സമ്മാനിക്കുമ്പോൾ, നിങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന ഒന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രത്യാശ നൽകുന്ന ഒന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വചനമാണ്. ദാവീദ് ദൈവത്തിന് പാടുകയാണ്, ദൈവമേ, അടിയനോടുള്ള വചനത്തെ ഓർക്കണമേ, എന്നെ ജീവിപ്പിച്ച വചനത്തെ ഓർക്കണമേ, എനിക്ക് പ്രതീക്ഷ നൽകിയ വചനത്തെ ഓർക്കണമേ, ഞാൻ തളർന്നു കിടന്നപ്പോൾ എനിക്ക് പ്രത്യാശ നൽകിയ വചനത്തെ ഓർക്കണമേ. പ്രിയപ്പെട്ടവരെ, കഷ്ടതയ്ക്ക് നിങ്ങളെ തളർത്തുവാനുള്ള ശക്തിയുണ്ട്. മനുഷ്യരുടെ വാക്കുകൾക്ക് നിങ്ങളെ തളർത്തുവാനുള്ള ശക്തിയുണ്ട്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്. അപ്പോൾ തന്നെ അവൻ ദൈവത്തിൻ്റെ ശക്തനായ പ്രവാചകനാണ്. കൊട്ടാരത്തിൽ കടന്നു ചെന്ന് രാജാവിൻ്റെ മുഖത്ത് നോക്കി ദൈവത്തിൻ്റെ രാജകൽപ്പന കൈമാറിയവനാണ് ഏലിയാവ്. എന്നാൽ അതേ ഏലിയാവ് ഒരു ചൂരച്ചെടിയുടെ തണലിൽ തളർന്നു കിടക്കുകയാണ്. എന്താണ് ഏലിയാവേ നീ ഇങ്ങനെ തളർന്നു കിടക്കുന്നത്? ഏലിയാവിന് പറയുവാൻ കഴിയും, എന്നെ തളർത്തിയത് മനുഷ്യരുടെ ശബ്ദമാണ്. അതേ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ വാക്കിന് നിന്നെ തളർത്താൻ പറ്റും, കഷ്ടതയ്ക്ക് നിന്നെ തളർത്താൻ പറ്റും. എന്നാൽ കഷ്ടത്തിൻ്റെ നടുവിൽ നിനക്ക് ആശ്വാസം നൽകുവാൻ, നിന്നെ ജീവിപ്പിക്കുവാൻ വചനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ചൂരച്ചെടിയുടെ തണലിൽ തളർന്നു കിടന്നവനെ എഴുന്നേൽപ്പിച്ചത് ദൈവശബ്ദമാണ്. അവനെ തളർത്തിക്കിടത്തിയത് മനുഷിക ശബ്ദമാണ്. എന്നാൽ അവനെ ദീർഘദൂര യാത്രയ്ക്ക് വേണ്ടി അവനെ എഴുന്നേൽപ്പിച്ചത്, അവൻ്റെ കാലുകളെ മൺപേടക്കാൽ പോലെ ശക്തിയുള്ളതാക്കി തീർത്തത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. അതേ വചനമാണ് ഇന്ന് പകൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പകൽ ദൈവം നിങ്ങളെ ജീവിപ്പിക്കും. ദൈവം നിങ്ങൾക്ക് ആശ്വാസം നൽകും. നിങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം നിങ്ങളെ വിട്ടകലുമ്പോൾ, ലോകം നിങ്ങളെ പഴിക്കുമ്പോൾ നിങ്ങൾ വീണ് കിടക്കരുത്. നിങ്ങൾ വേഗം തിരുവചനത്തിലേക്ക് തിരിയണം. വചനം ഒരു മനുഷ്യനെയും ഇന്നുവരെ തളർത്തിയിട്ടില്ല. വചനം വായിച്ചവൻ എഴുന്നേറ്റിരുന്നിട്ടുണ്ട്, അവൻ എഴുന്നേറ്റ് പ്രകാശിച്ചിട്ടുണ്ട്. ആരാണ് വചനം വായിച്ചു തളർന്നു കിടന്നത്? ആരും തളർന്നിട്ടില്ല കേട്ടോ. ദൈവത്തിൻ്റെ വചനം മഹിമയോടെ മുഴങ്ങുകയാണ്. ദൈവത്തിൻ്റെ വചനം ശക്തിയോടെ മുഴങ്ങുകയാണ്. അതെ, നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടത്തിൽ എനിക്ക് ആശ്വാസമാണ്. കഷ്ടത്തിൽ ദൈവവചനം നിന്നെ ജീവിപ്പിക്കും. കഷ്ടത്തിൽ ഈ ലോകത്തിലെ മനുഷ്യരെല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തുമ്പോൾ, നിനക്ക് വിരോധമായി സംസാരിക്കുമ്പോൾ ദൈവവചനം നിന്നെ ആശ്വസിപ്പിക്കും. അതുകൊണ്ട് വചനത്തിങ്കിലേക്ക് തിരിയാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.